തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പ്രഖ്യാപനവും ഇന്നുണ്ടാകും. വൈകിട്ടോടെ പ്രഖ്യാപനമുണ്ടാകും. ആർ ശ്രീലേഖ മേയർ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് സൂചന. വി രാജേഷ്, നന്ദ ഭാർഗവ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം. IPSകാരിയായ മേയർ എന്ന ഇമേജിൽ മത്സരിച്ചാൽ നേട്ടമുണ്ടാക്കാം എന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. VS അനുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. VS അനു, എന്തായാലും തിരുവനന്തപുരത്ത് BJP അധികാരം പിടിച്ചെടുത്തു. അതിനു പിന്നാലെ ആരാകും മേയർ എന്നുള്ള ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സർപ്രൈസ് ഇപ്പോഴും ഉണ്ട്. ഇന്ന് വൈകുന്നേരം പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ആർ ശ്രീലേഖ തിരുവനന്തപുരം മേയർ ആകുമോ? അത്തരത്തിൽ തന്നെയാണോ കാര്യങ്ങളുടെ പോക്ക്? പ്രധാനപ്പെട്ട കാര്യമായി അവർ പറയുന്നത്, കാരണം VV രാജേഷിന്റെ പേരെന്ന് പറഞ്ഞാൽ വർഷങ്ങളായി തിരുവനന്തപുരത്ത് BJPയുടെ പ്രവർത്തകരായി നിൽക്കുകയും എല്ലാ സമരങ്ങളുടെയും മുമ്പിലുണ്ടാവുകയും ചെയ്ത വ്യക്തിയാണ് VV രാജേഷ്. അതുകൊണ്ട് VV രാജേഷിന് ഒരു പാർട്ടിക്കാരൻ, ഇത്രയും നാൾ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നൊരാൾ BJP മേയറായിട്ട് വരികയാണെങ്കിൽ അത് VV രാജേഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആവണം എന്നുള്ളതാണ് ഒരു നിലപാട്. മറ്റൊന്ന്, ആർ ശ്രീലേഖയുടെ പേരാണ്. ഒരു IPSകാരിയാണ്. നേരത്തെ IPSകാരിയായിരുന്നെങ്കിൽ കൂടി ശാസ്ത്രമംഗലത്തിൽ നിന്ന് വിജയിക്കുകയും പിന്നീട് വലിയ തരത്തിൽ വിജയിച്ചു വരികയും ചെയ്തു. അതുകൊണ്ട് അവരുടെ പേരും വലിയ മുൻഗണനയോടുകൂടി തന്നെ വരുന്നുണ്ട്. കാരണം വട്ടിയൂർക്കാവ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി പാർട്ടി നിർദ്ദേശിക്കുന്ന ആളാണ് ആർ ശ്രീലേഖ. അപ്പോൾ ഒരു IPSകാരിയായ വനിത എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു മേയർ എന്ന രീതിയിൽ വട്ടിയൂർക്കാവ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയും.